ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ വീഡിയോയുടെ അവസാനം ഉണ്ടാകുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം. അപ്പോൾ ആരൊക്കെയാണോ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം അതുപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? വേൾഡ് എൻവിറോൺമെന്റ് ഡേ എന്നാണ്? ഉത്തരം ജൂൺ 5-ാം തീയതി. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. ജൂൺ 5-ാം തീയതിയാണ് ലോക പരിസ്ഥിതി ദിനം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള ജില്ല ഏത്? നിലവിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി ജില്ല തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമി അഥവാ ഫോറസ്റ്റ് ഏരിയ ഉള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. അഡീഷണൽ ആയിട്ട് ഇതുകൂടി ഓർത്തിരിക്കുക, കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ജില്ലയും ഇടുക്കി ജില്ലയാണ്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫോറസ്റ്റ് ഏരിയ ഉള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. അതായത് കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയും ആലപ്പുഴയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? ഉത്തരം നെയ്യാർ. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് നെയ്യാർ ലയൺ സഫാരി പാർക്കാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നെയ്യാർ. അഞ്ചാമത്തെ ചോദ്യം ഒരു രസകരമായ ചോദ്യമാണ്. പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം ഏതാണ്? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പിപ്ലാന്ത്രി. അതായത് രാജസ്ഥാനിലെ പിപ്ലാന്ത്രി എന്ന് പറയുന്ന ഗ്രാമമാണ് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന ഗ്രാമം. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പേര് മറക്കരുത്. പിപ്ലാന്ത്രി എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് എന്ന് കൂടി ഓർത്തിരിക്കുക. രാജസ്ഥാനിലാണ്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് പെരിയാർ നാഷണൽ പാർക്കാണ്. പക്ഷേ PSC പോലെയുള്ള പരീക്ഷകളിൽ ചില വർഷങ്ങളിൽ ഇരവിക്കുളം നാഷണൽ പാർക്കാണ് ആൻസർ കീ ആയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം അഥവാ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് പെരിയാർ നാഷണൽ പാർക്കാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല ഏത്? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ളത് അഥവാ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇനി അഡീഷണലായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമ്മുടെ കേരളത്തിൽ 6 ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എത്ര
നാഷണൽ പാർക്കാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 6 എണ്ണമാണ് നമ്മുടെ കേരളത്തിൽ ടോട്ടലായി ഉള്ളത്. ആ 6 എണ്ണത്തിൽ 4 നാഷണൽ പാർക്കും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇരവിക്കുളം നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക്, മതികെട്ടാൻ ഷോല നാഷണൽ പാർക്ക്, ആനമുടി ഷോല നാഷണൽ പാർക്ക്. ഈ 4 നാഷണൽ പാർക്കുകളാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 6 നാഷണൽ പാർക്കുകളിൽ 4 എണ്ണവും നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. വീഡിയോയിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ് ജില്ല. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് ജില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ടാവും, എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളത്? അപ്പോൾ ഉത്തരം 44. കേരളത്തിൽ 44 നദികളുണ്ട്. ആ 44 നദികളിൽ അതായത് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് 12 നദികളാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ നദികളുടെ എണ്ണം 44, കാസർഗോഡ് ജില്ലയിലെ നദികളുടെ എണ്ണം 12. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ ഒരു ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക. ക്വിസ് മത്സരത്തിൽ ഇതുപോലെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും ക്വസ്റ്റ്യൻസായി ചോദിക്കാറുണ്ട്. 9ാമത്തെ ചോദ്യം, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത്? കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം ചുളന്നൂർ. അതായത് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പേരാണ് ചുളന്നൂർ സംരക്ഷണ കേന്ദ്രം. അപ്പോൾ കേരളത്തിലെ ഒരേ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണുള്ളത്, അതാണ് ചുളന്നൂർ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? ഫാർമേഴ്സ് ഫ്രണ്ട് അല്ലെങ്കിൽ കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവിയാണ് മണ്ണിര. അപ്പോൾ ഓർത്തിരിക്കുക, കർഷകൻ്റെ മിത്രം അല്ലെങ്കിൽ ഫാർമേഴ്സ് ഫ്രണ്ട് എന്നറിയപ്പെടുന്നത് മണ്ണിരയാണ്. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? 11ാമത്തെ ചോദ്യം, സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികളെ പറയുന്ന പേരെന്ത്? ഉത്തരം സസ്യഭോജികൾ. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് സസ്യഭോജികൾ. എക്സാമ്പിളായിട്ട് നമുക്ക് പശുവിനെയും ആടിനെയും ഒക്കെ പറയാം. ഇംഗ്ലീഷിൽ ഈ സസ്യഭോജികളെ വിളിക്കുന്നത് ഹെർബിവോറസ് എന്നാണ്. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികളെ പറയുന്ന പേര് ഹെർബിവോറസ്. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം, മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ്? അതായത് ജീവിക്കാൻ വേണ്ടി മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികളെ പറയുന്ന പേരെന്ത്? ഉത്തരം മാംസഭോജികൾ. അതായത് മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികളെ പറയുന്ന പേര് മാംസഭോജികൾ എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ പറയുന്നത് കാർണിവോറസ് എന്നാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് ലയൺ, ടൈഗർ അതായത് സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളെ പറയാൻ സാധിക്കും. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം ഇതുമായി റിലേറ്റഡ് ആയ ചോദ്യം തന്നെയാണ്. ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? അതായത് ഈ പറയുന്ന ജന്തുക്കൾ സസ്യങ്ങളെയും ഭക്ഷിക്കും, അതുപോലെ തന്നെ ബാക്കിയുള്ള മറ്റു ജന്തുക്കളെയും ഭക്ഷിക്കും. ഇവയെ പറയുന്ന പേരെന്ത്? ഉത്തരം മിശ്രഭോജികൾ. അതായത് ജന്തുക്കളെയും സസ്യങ്ങളെയും ഭക്ഷിക്കുന്ന ജീവികളെ പറയുന്ന പേര് മിശ്രഭോജികൾ എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിനെ ഓംനിവോറസ് എന്നാണ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? അതായത് ഒരു ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ഇത് ആരുടെ ആത്മകഥ?
ഉത്തരം ഡോക്ടർ സാലിം അലി. ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. അപ്പോൾ ഒരു കുരുവിയുടെ പതനം എന്നത് ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യം. ഇത് കഴിഞ്ഞാലുടൻ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. നമ്മുടെ ഉത്തരാഖണ്ഡ് ജില്ലയിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഏത് വർഷമാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് എന്നുകൂടി ഓർത്തിരിക്കുക. 1936 ഈ ഒരു ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. എസ്റ്റാബ്ലിഷ്ഡ് ചെയ്ത വർഷം ഒരിക്കൽ കൂടി പറയുന്നു, 1936. ഇനി നമ്മൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള, അതായത് മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ള ജില്ല ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.